ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ബീഹാറിന്റെ പ്രതീക്ഷകളെക്കുറിച്ച് മന്ത്രി അശോക് ചൗധരി ബുധനാഴ്ച ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ബജറ്റിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. പ്രത്യേക സംസ്ഥാന പദവി ഒരു പാക്കേജ് പോലെയാണെന്നും അശോക് ചൗധരി പറഞ്ഞു. നേരത്തെ 10% കേന്ദ്ര സർക്കാർ 90% നൽകിയിരുന്ന സംസ്ഥാനത്തിന്റെ വിഹിതം ഇപ്പോൾ 50-50 ആയി. സംസ്ഥാനത്തിന്റെ വിഹിതം കുറയ്ക്കണോ, എങ്ങനെ ഈ ഫോർമുല ഉണ്ടാക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കും. പ്രത്യേക പാക്കേജോ പ്രത്യേക സംസ്ഥാന പദവിയോ ഞങ്ങൾ തീർച്ചയായും ആവശ്യപ്പെടും. പ്രത്യേക സംസ്ഥാന പദവി ലഭിച്ചില്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെയാകുന്നില്ലെങ്കിൽ മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് പ്രത്യേക പാക്കേജോ പ്രത്യേക സംസ്ഥാന പദവിയോ ലഭിക്കണമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും ആളുകൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടെന്ന് അശോക് ചൗധരി പ്രസ്താവിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ 18 വർഷമായി താൻ ഈ ബീഹാറിനെ ശക്തമായി നടത്തിക്കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹം വിനീതമായി അഭ്യർത്ഥിച്ചു. ജനങ്ങൾക്ക് ഒന്നും പറയാനില്ലാത്തപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് RSS മാസികയിൽ എഴുതിയ കത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അശോക് ചൗധരി പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൗരസമൂഹത്തിലെ ജനങ്ങളും ഇത് ചർച്ച ചെയ്യണം. എന്നാൽ മറുവശത്ത് ഞങ്ങൾക്ക് പ്രത്യേക പദവി വേണം, എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുമെന്നും വിജയ് കുമാർ ചൗധരിയും പറഞ്ഞു. ബീഹാർ സമ്പത്തുള്ള സംസ്ഥാനമല്ല. പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ വിഭവങ്ങൾ കുറവാണെന്നും എന്നാൽ പുരോഗതിയുടെ വേഗത ഏതൊരു വികസിത സംസ്ഥാനത്തെക്കാളും കുറവല്ലെന്നും നിതീഷ് കുമാർ പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ വളരെ കാലമായി ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെടുകയാണ്. ഏറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. 3ാം തവണയും കേന്ദ്രത്തിൽ മോദി സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ ബീഹാർ NDA നേതാക്കൾ ഇതിനുള്ള ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. ഭരണകക്ഷിയായ JDUവിന്റെ പല നേതാക്കളും ഈ ആവശ്യം ആവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. NDAയുടെ ഭാഗമായ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടിയും ഇപ്പോൾ ഈ ആവശ്യത്തെ പിന്തുണച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ NDAയുടെ ഭാഗമായ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയും വരും ദിവസങ്ങളിൽ ആവശ്യമുന്നയിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബഡ്ജറ്റിൽ പാക്കേജ് അനുവദിച്ചില്ലെങ്കിൽ 3 കക്ഷികളും പാർട്ടി വിടും. അങ്ങനെയെങ്കിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നിലം പൊത്തുമെന്ന് ഉറപ്പാണ്.